ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു പയർ കറി ഉണ്ടാക്കാൻ പോവാണേ, ചെറുപയർ കറി. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചെറുപയർ ഒരു മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്തതാണത്. അത് നമുക്ക് ഒരു പ്രഷർ കുക്കറിഞ്ഞോട്ട് വെക്കാം. അതിനകത്തോട്ട് 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർത്ത ഈ വെള്ളം കളയണ്ടേ. ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ചെറുതായിട്ടരിഞ്ഞത്, പിന്നെ 2 തക്കാളി അതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കണേ. അത് 2 എണ്ണം ഇട്ട്, പിന്നെ മീഡിയം സൈസ് 2 സവാള അതും 2ആയിട്ട് വെട്ടിയിട്ട്, പിന്നെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലിയ, ഇതൊരു 8-10 ഉണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത്, ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഇത് ഒരു സ്പൂണും ഇട്ട് നമുക്കൊന്ന് കവർ ചെയ്യേ. ഇത് എന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കാം, ഗ്യാസ് ഓണാക്കാം. എന്നിട്ട് ഇതൊരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ, 4 വിസിൽ വരട്ടെ. അങ്ങനെ നമ്മുടെ ചെറുപയർ ഒരു 3 വിസിലേ ഞാൻ കൊടുത്തുള്ളേ. കാരണം 1 മണിക്കൂർ കുതിർത്ത ചെറുപയറല്ലേ, അപ്പോൾ 3 വിസിലേ കൊടുത്തുള്ളൂ. എന്നാൽ അത് വിസിലൊക്കെ വന്ന് കുറച്ച് നേരം അതിനെ അണച്ചിട്ടിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കേ. ഇതുകൊണ്ടിരിക്കട്ടെ. ഇനി ഞാൻ ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകമല്ലേ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ വറുത്തെടുക്കണേ. നല്ലതുപോലെ വറുത്തെടുക്കട്ടെ. ഓക്കെ, നമ്മുടെ ജീരകവും കുരുമുളകും നല്ല ചുമക്കൻ്റെ നല്ല ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകല് മതിയേ. ഇവിടെ ഇരിക്കട്ടെ, ഒന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്കൊരു കടായി ഈ അടുപ്പിൽ തന്നെ ഇട്ടേക്കാം. ഗ്യാസ് അണച്ചിട്ടില്ല, തീ കൂട്ടി കൊടുക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത്, കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി, കടുകെല്ലാം നല്ല പൊട്ടിയേ. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്ത്, ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുത്ത്, ഇനി ഇതിലോട്ട് കുറയ്ക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്ത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുത്ത്, ഇതിനകത്തോട്ട് ചെറിയ ഒരു സവാള അത് അരിഞ്ഞ് വെച്ച് കൊടുത്തേ. അങ്ങ് അധികം അങ്ങ് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണേ. ഇതിനകത്തോട്ട്
ഒരു 3 പച്ചമുളക് ഞാൻ രണ്ടായിട്ട് ഒന്ന് നടുകെ കയറി വന്നിട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് രണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴന്ന് വരട്ടെ. ഇച്ചിരി തീ കൂട്ടാം. നമ്മൾ പയർ നോക്കാം. ഓക്കെ, പയറെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആ സ്പൂണിന് നല്ല ചൂടായിരിക്കും. ഓക്കെ, നോക്കാം. നമുക്കൊന്ന് തീ കുറയ്ക്കേ. തീ കുറച്ചിട്ട് ഇത്രയും വഴന്നാൽ മതി. ഇതിനകത്തൊരു അര ടീസ്പൂൺ മതി കായപ്പൊടി. ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒന്നര ടീസ്പൂൺ പിരിയമുളക് പൊടിയാണിത്. അത് ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കാം. മതിയേ. ഇനി ഇത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഈ പയറില്ലേ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേ കൂടെ വെള്ളം ഒഴിക്കാം. ഏകദേശം ഇതിനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് ഒന്ന് തിളപ്പിക്കേ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പം തീ മീഡിയത്തിൽ കിടക്കുകയാണേ. ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ പയർ തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരുന്ന ജീരകവും കുരുമുളകും ഇല്ലേ അത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കേ. ഒന്ന് പൊടിച്ചെടുക്കട്ടെ. നമ്മുടെ പയർ നോക്കാം. നമ്മൾ ഈ പൊടിച്ചെടുത്ത ഈ ജീരകവും കുരുമുളകും കൂടെ ഇത് ഇട്ട് കൊടുക്കേ. ഒന്ന് ഇളക്കാം. ഇത് തിളച്ച് വന്നിട്ടേ ഉള്ളൂ. ഞാൻ ഈ ജീരകം ഈ തല്ലിയിട്ട് പൊടിക്കുന്ന സമയമായിട്ടുള്ളേ. ഒന്നുകൂടെ ഒന്ന് അടച്ചു കൊടുക്കേ.
ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ പയർ നോക്കാം, ഇളക്കാം. നല്ല മണം. ആ ജീരകം പൊടിച്ചിട്ടില്ലേ, വറുത്ത് പൊടിച്ച്, നല്ല മണം. ഇനി ഇതിനൊന്ന് ഉപ്പ് നോക്കേ. ഉപ്പ് കുറവുണ്ട്. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. നല്ല മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കേ. തീ ഒന്ന് കൂട്ടി കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കേ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്കെടുക്കാം. നമ്മുടെ പയർ കറി നോക്കേ. ഇത് നമുക്കിതിൽ പാത്രത്തിലോട്ട് പകർന്നു നോക്കേ. ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. കണ്ടില്ലേ നമ്മുടെ പയർ കറി? നല്ല ടേസ്റ്റുള്ളൊരു പയർ കറിയാണ്. ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. ചോറിനും ചപ്പാത്തിക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റേ, നല്ല ടേസ്റ്റോടു കൂടി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.